6 റേഡിയസും ടി ടൈമുമാണെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് റേഡിയസ് വിത്ത് റെസ്പെക്ട് ടു ടൈം. ടൈമാണ് നിങ്ങൾ കൂടുതൽ അപ്ലൈ ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു. കാരണം നിങ്ങൾക്ക് തരുന്ന യൂണിറ്റിലൊക്കെ ക്വസ്റ്റ്യനിലൊക്കെ വിത്ത് റെസ്പെക്ട് ടു സെക്കൻഡൊക്കെ അവർ തരുന്നുണ്ട്. ടൈം വെച്ചിട്ടാണ് ഡിഫറൻസിയേഷൻ നടത്തുന്നത്. എക്സ് ക്യൂബാണ് അതിൻ്റെ ഡിഫറൻസിയേഷൻ, 3x² കിട്ടും. ഇവിടെ നമുക്കൊരു കാര്യം ഉറപ്പാണ്, എക്സിന് ഏത് റിയൽ നമ്പർ കൊടുത്താലും പോസിറ്റീവായിരിക്കും. കാരണം എന്താ, x² വന്നിരിക്കുക, x² വന്നിരിക്കുന്നതുകൊണ്ട് എക്സിന് ഏത് റിയൽ നമ്പർ കൊടുത്താലും ആൻസർ പോസിറ്റീവായിരിക്കും. ഇവിടെ ക്വസ്റ്റ്യൻ ശരിക്കും വായിക്കണം കേട്ടോ. മാക്സിമം വോളിയം എന്ന് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാം, ഇതല്ലേ വോളിയം. ഈ വോളിയം 2 പ്രാവശ്യം ഡിഫറൻസിയേഷൻ നടത്തണം. അതിനകത്ത് വേരിയബിൾ ആരാന്ന് സംശയമില്ലല്ലോ, എക്സ് ആണ് വേരിയബിൾ, എല്ലല്ല, എല്ലാവരും തന്നേക്കുന്നതാണ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, +2 ബോർഡ് എക്സാം സ്റ്റേറ്റ് സിലബസിൽ ഫേസ് ചെയ്യുന്ന കുട്ടികൾക്ക് അവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നു നിൽക്കുന്നത്. ബോർഡ് എക്സാം എഴുതുന്ന സ്റ്റുഡൻസിന് മാത്തമാറ്റിക്സിൽ കഴിഞ്ഞ വർഷം ചോദിച്ച ക്വസ്റ്റ്യനും ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കൺസെപ്റ്റുകളോ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് റിവൈസ് ചെയ്ത് തരുന്ന ഒരു ഷോർട്ട് വീഡിയോ. ഇന്നിപ്പോൾ നമ്മൾ മാത്തമാറ്റിക്സിൽ ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സ് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് 2025 മാർച്ചിലെ ബോർഡ് എക്സാമിനും എക്സാമിനും ചോദിച്ച ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ട കൺസെപ്റ്റുകൾ. നിങ്ങൾക്കറിയാം, ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സിൽ 3 ടോപ്പിക്ക് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. റേറ്റ് ഓഫ് ചേഞ്ച്, ഇൻക്രീസിങ് ഡിക്രീസിങ്, മാക്സിമ മിനിമ. അപ്പം അതിനകത്ത് ഏതാ ടഫ് എന്ന് ചോദിച്ചാൽ മാക്സിമ മിനിമ ആയിരിക്കും ടഫ്. 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സ്റ്റേറ്റ് സിലബസിൽ ബോർഡ് എക്സാമിന് ഈ ടോപ്പിക്കിൽ നിന്ന് വരും. 3 ടോപ്പിക്കും പഠിക്കണമെന്ന് ചോദിച്ചാൽ ഇൻക്രീസിങ് ഡിക്രീസിങ്ങിൽ നിന്നും മാക്സിമം മിനിമത്തിൽ നിന്നും ഏകദേശം ക്വസ്റ്റ്യൻ ഉറപ്പായിരിക്കും. റേറ്റ് ഓഫ് ചേഞ്ചിൽ നിന്ന് ചിലപ്പോൾ വരാതിരിക്കാം. പക്ഷേ ഇത് 3 പഠിക്കാൻ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. മാക്സിമം മിനിമത്തിലേക്ക് വന്നു കഴിയുമ്പോൾ വേർഡ് പ്രോബ്ലം ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതൊരു ടെക്നിക്കിടെ അങ്ങ് നോക്കിയപ്പോൾ എളുപ്പമാണ്. ഞാൻ ആദ്യത്തെ കൺസെപ്റ്റിലേക്ക് വരാം, റേറ്റ് ഓഫ് ചേഞ്ച്. ഈ ചാപ്റ്റർ ഉദ്ദേശിക്കുന്നത് എന്താ, നിങ്ങൾ പഠിച്ച ഡിഫറൻസിയേഷൻ്റെ ആപ്ലിക്കേഷൻ. അപ്പോൾ ഡിഫറൻസിയേഷൻ്റെ മീനിങ് എന്താണ്, അത് നിങ്ങൾക്ക് റിയൽ സിറ്റുവേഷനിൽ എവിടെയൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നു, അതൊക്കെയാണ് ഈ ടോപ്പിക്കിൽ ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ പോയിൻ്റാണ് റേറ്റ് ഓഫ് ചേഞ്ച്. dy/dx അവർ പറയുന്നു, dy/dxൻ്റെ മീനിങ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് y വിത്ത് റെസ്പെക്റ്റ് ടു x. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് y വിത്ത് റെസ്പെക്റ്റ് ടു x. ഇപ്പോൾ എ എന്ന് പറയുന്നത് ഏരിയ ആണെന്നിരിക്കട്ടെ. അപ്പോൾ dA/dt, എ എന്ന് പറയുന്നത് ഏരിയയും ടി ടൈമുമാണെങ്കിൽ dA/dtയുടെ മീനിങ് എന്താണെന്ന് അറിയാമോ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ വിത്ത് റെസ്പെക്റ്റ് ടു ടൈം. 6 റേഡിയസും ടി ടൈമുമാണെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് റേഡിയസ് വിത്ത് റെസ്പെക്റ്റ് ടു ടൈം. ടൈമാണ് നിങ്ങൾ കൂടുതൽ അപ്ലൈ ചെയ്യുന്നത് വിത്ത് റെസ്പെക്റ്റ് ടു. കാരണം നിങ്ങൾക്ക് തരുന്ന യൂണിറ്റിലൊക്കെ ക്വസ്റ്റ്യനിലൊക്കെ വിത്ത് റെസ്പെക്റ്റ് ടു സെക്കൻഡൊക്കെ അവർ തരുന്നുണ്ട്. ടൈം വെച്ചിട്ടാണ് ഡിഫറൻസിയേഷൻ നടത്തുന്നത്. ആ ഒരൊറ്റ മീനിങ് അറിഞ്ഞിരുന്നാൽ മതി റേറ്റ് ഓഫ് ചേഞ്ചിൽ. രണ്ടാമത്തെ കൺസെപ്റ്റ് ഇൻക്രീസിങ് ഡിക്രീസിങ്ങിൽ എന്താ അറിയേണ്ടത്, ഒരു ഫങ്ഷൻ ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ, അതെങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. ഇൻക്രീസിങ് എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ കൂടി പോകുന്നു, അതാണ് ഇൻക്രീസിങ്. ഡിക്രീസിങ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ താഴേക്ക് പോകുന്നത് ഡിക്രീസിങ്. അതായത് എക്സ് കൂടുമ്പോൾ വൈ കൂടുന്നു, ഇത് കുറയുന്നു. നമുക്കിതിങ്ങനെ ഗ്രാഫ് വരച്ച് ചെക്ക് ചെയ്യാനൊക്കെ ഉള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഡിഫറൻസിയേഷൻ എങ്ങനെ അപ്ലൈ ചെയ്യാം, അതാണ് അവർ പറയുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ റേറ്റ് ഓഫ് ചേഞ്ചിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ കാണിച്ചു തരാം, എന്നിട്ട് ഇൻക്രീസിങ് ഡിക്രീസിങ്ങിലേക്ക് പോവാം. ഇത് കണ്ടോ, 2025 എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്. റേഡിയസ് ഓഫ് എ സർക്കിൾ ഇൻക്രീസിങ് യൂണിഫോംലി അറ്റ് ദ റേറ്റ് ഓഫ് 3 cm/s. അപ്പോൾ ആദ്യത്തെ സെൻറ്റൻസിൽ നിന്ന് ഞാൻ എഴുതി dr/dt 3 cm/s. ഓരോ സെക്കൻഡിൽ റേഡിയസ് ഇങ്ങനെ 3 cm ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. റേഡിയസ് ചേഞ്ച്, ഇൻക്രീസിങ്, റേഡിയസ് ഈസ് ഇൻക്രീസിങ്. ദെൻ ഫൈൻഡ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ്
ഏരിയ ഓഫ് സർക്കിൾ. അപ്പോൾ നിങ്ങൾ സർക്കിളിൻ്റെ ഏരിയയുടെ ഫോർമുല അറിയണം. സർക്കിളിൻ്റെ ഏരിയയുടെ ഫോർമുല πr². ഫൈൻഡ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ. അപ്പോൾ ഏരിയയിൽ ഡിഫറൻസിയേഷൻ നടത്തണം. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം, r വെച്ചാണോ ഡിഫറൻസിയേഷൻ t വെച്ചാണോ? ഒരു സംശയവും വേണ്ട. വിത്ത് റെസ്പെക്റ്റ് ടു t. കാരണം സമയത്തിനനുസരിച്ചാണ് ഇവിടെ റേഡിയസ് മാറുന്നത്. ഓരോ സെക്കൻഡിലും റേഡിയസ് ഇങ്ങനെ കൂടി വരുന്നു. അപ്പോൾ ആ ഓരോ സെക്കൻഡിലും ഏരിയയും കൂടും, റേഡിയസ് കൂടുന്നു, ഏരിയയും കൂടും. അങ്ങനെ വന്ന് റേഡിയസ് 15 ആകുന്നു. അപ്പോൾ ഏരിയയിൽ ഉണ്ടാകുന്ന ചേഞ്ച് എത്രയാണ്? ഇതാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. അവർ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഏരിയയുടെ ഇക്വേഷൻ എഴുതി. ചിലപ്പോൾ സ്ഫിയർ ആയിരിക്കും, ചിലപ്പോൾ ക്യൂബ് ആയിരിക്കും, വോളിയത്തിൻ്റെ കേസ് ആയിരിക്കും. അവരെന്താണോ ക്വസ്റ്റ്യനിൽ തരുന്ന ആ ഫോർമുലയൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. സർക്കിളിൻ്റെ ഏരിയ, സ്ഫിയറിൻ്റെ വോളിയം, ക്യൂബിൻ്റെ വോളിയം, അങ്ങനെ കുറച്ച് ഫോർമുലാസ് പണ്ട് നിങ്ങൾ സ്കൂളിൽ പഠിച്ചതൊന്ന് ഓർത്തിരിക്കണം. പിന്നെ അത് ഡിഫറൻസിയേഷൻ നടത്തുന്ന കാര്യം ഒന്ന് അറിഞ്ഞിരിക്കണം. മിക്കവാറും ക്വസ്റ്റ്യനിൽ വിത്ത് റെസ്പെക്ട് ടു ടൈം തന്നെയായിരിക്കും. തരുന്ന ഇൻഫർമേഷൻസ് എല്ലാം നിങ്ങൾ സൈഡിൽ 1 by 1 ആയിട്ട് എഴുതുക. കണ്ടുപിടിക്കേണ്ടത് എന്താണെന്ന് നോക്കുക, രണ്ടും തമ്മിലൊന്ന് കണക്ട് ചെയ്യിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഏരിയ. ഞാൻ ഏരിയ ഡിഫറൻസിയേഷൻ നടത്തുന്നു കാരണം ഫൈൻഡ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ എന്ന് ചോദിച്ചിരിക്കുന്നു. അപ്പോൾ dA/dt വിത്ത് റെസ്പെക്ട് ടു റേഡിയസ് അല്ല, ടൈം അനുസരിച്ചാണ് മാറുന്നത്. അപ്പോൾ പൈ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ്, അങ്ങനെ നിർത്താം. r² ഡിഫറൻസിയേഷൻ 2r വരും ഇൻറ്റു dr/dt. കാരണം നമ്മൾ വേരിയബിൾ മാറി, r വെച്ചിട്ടല്ല ഡിഫറൻസിയേഷൻ, വിത്ത് റെസ്പെക്ട് ടു t ആണ്. ഇവിടെ r, ടൈം, എ എല്ലാം വേരിയബിളാണ്. സമയം ഇങ്ങനെ കൂടുന്നു, അതനുസരിച്ച് റേഡിയസ് കൂടുന്നു, റേഡിയസ് കൂടുമ്പോൾ ഏരിയയും കൂടുന്നു. ഇനി എല്ലാത്തിൻ്റെ വാല്യൂ കൊടുക്കുന്നു. r എത്രയാണ്? 15. പൈ ഇൻറ്റു 2 ഇൻറ്റു 15 ഇൻറ്റു 3. അപ്പോൾ 15 ഇൻറ്റു 2 30 വരും. 30 ഇൻറ്റു 3 90 അല്ലേ? അപ്പോൾ 90 പൈ. പിന്നെ ഏരിയ ആയതുകൊണ്ട് cm²/s എന്ന് യൂണിറ്റും കൊടുക്കും. ഇത്രയുള്ള പരിപാടി. അപ്പോൾ ഈ ടോപ്പിക്ക് നിങ്ങൾ പ്രോബ്ലം ചെയ്യണമെങ്കിൽ ഒരു കാര്യം അറിയണം. പഴയ സ്കൂളിൽ പഠിച്ച ഏരിയയുടെയും വോളിയത്തിൻ്റെയും ഒക്കെ ഫോർമുല. പിന്നെ ഡിഫറൻസിയേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ആണ്. പിന്നെ ചില ക്വസ്റ്റ്യനൊക്കെ വരുമ്പോൾ ഇപ്പോൾ റേഡിയസ് ഡിക്രീസിങ് അല്ലെങ്കിൽ ഹൈറ്റ് ഡിക്രീസിങ് എന്നൊക്കെ പറയുമ്പോൾ ആ ചേഞ്ച് എടുക്കുമ്പോൾ നെഗറ്റീവായിട്ട് എടുക്കണം. ചെടിയിലൊക്കെ ഉണ്ട് ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഹൈറ്റ് ഡിക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ dh/dt നെഗറ്റീവ് എന്ന് മൈനസ് എടുക്കുക. പ്രോബ്ലം സിംപ്ലിഫൈ ചെയ്യുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. വേറെ ഒന്നും ശ്രദ്ധിക്കാനില്ല. തരുന്ന ഇൻഫർമേഷൻസ് ഓരോന്നായിട്ട് ക്വസ്റ്റ്യൻ വായിക്കുന്നതനുസരിച്ച് എഴുതി പോയാൽ മതി, എളുപ്പമാണ്. ഇനി ഞാൻ രണ്ടാമത്തെ പോയിന്റിലേക്ക് വരാം. ഞാൻ പറഞ്ഞു ഇൻക്രീസിങ് ഡിക്രീസിങ്ങിനെ കുറിച്ച് പറഞ്ഞു അല്ലേ? റേറ്റ് ഓഫ് ചേഞ്ച് എത്രയേ ഉള്ളൂ. ഇൻക്രീസിങ് ഡിക്രീസിങ് എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? 2 ടൈപ്പ് ക്വസ്റ്റ്യൻ ഉള്ളൂ. ഒന്ന് ഇൻക്രീസിങ് ആണെന്ന് പ്രൂവ് ചെയ്യുക, അല്ലെങ്കിൽ ഡിക്രീസിങ് ആണെന്ന് പ്രൂവ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻ്റർവെല്ല് കണ്ടുപിടിക്കുക. എന്ത് ചോദിച്ചാലും നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പ്രാവശ്യം ഡിഫറൻസിയേഷൻ നടത്തുക. അതായത് dy/dx അതല്ലെങ്കിൽ f'(x) കണ്ടുപിടിക്കുക. അതാണ് നിങ്ങളുടെ ഡ്യൂട്ടി. ഒരു പ്രാവശ്യം ഡിഫറൻസിയേഷൻ നടത്തുക. ഈ ഒരു പ്രാവശ്യം ഡിഫറൻസിയേഷൻ നടത്തി കിട്ടുന്ന ആൻസർ പോസിറ്റീവ് ആണെങ്കിൽ ഇൻക്രീസിങ്, അത്രയേ ഉള്ളൂ. നെഗറ്റീവ് ആണെങ്കിൽ ഡിക്രീസിങ്. എല്ലായിടത്തും ഡിഫറൻസിയേഷൻ തന്നെയാണ്. ഒരു പ്രാവശ്യം ഡിഫറൻസിയേഷൻ നടത്തുക. പോസിറ്റീവ് ആണെങ്കിൽ ഇൻക്രീസിങ്, നെഗറ്റീവ് ആണെങ്കിൽ ഡിക്രീസിങ്. എന്താ അതിൻ്റെ കാരണമെന്ന് ചോദിച്ചാൽ, ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് സ്ലോപ്പ് ഓഫ് ടാൻജൻ്റ് ആണ്. സ്ലോപ്പിലുണ്ട്. അപ്പോൾ നമ്മൾ ഇൻക്രീസിങ് ഫങ്ഷൻസിനകത്ത് ഏതൊരു പോയിന്റ്, ഇൻക്രീസിങ് ഫങ്ഷനിൽ ഏതൊരു പോയിന്റ് എടുത്താലും, എവിടെ വേണമെങ്കിൽ പോയിന്റ് എടുത്തോ, ഒരു ടാൻജൻറ്റ് വരയ്ക്കുന്നു. ആ പോയിന്റിൽ നിങ്ങൾ ടാൻജൻറ്റ് വരച്ചാൽ ആ ടാൻജൻറ്റ് എക്സ് ആക്സിസുമായി ഫോം ചെയ്യുന്ന ആംഗിൾ നോക്കിക്കഴിഞ്ഞാൽ അത് അക്യൂട്ടായിരിക്കും, 90യേക്കാൾ ചെറുതായിരിക്കും. അതിൻ്റെ ടാൻ വാല്യൂ എടുക്കുമ്പോൾ സ്ലോപ്പ് കിട്ടും, അത് പോസിറ്റീവായിരിക്കും. നിങ്ങളിപ്പോൾ അതിലേക്കൊന്നും പോകണ്ട. ഒരു പ്രാവശ്യം ഡിഫറൻസിയേഷൻ നടത്തുക, അതിൻ്റെ മാർക്ക് കിട്ടും. ഇൻക്രീസിങ് എന്നാ ചോദിച്ചേക്കണമെങ്കിൽ പോസിറ്റീവ് ഇൻ്റർവെൽ എഴുതുക, ഡിക്രീസിങ് എന്നാണെങ്കിൽ നെഗറ്റീവ് ഇൻ്റർവെൽ എഴുതുക, ബാക്കി മാർക്കും കിട്ടി. 2025 സേ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണത്. ഫൈൻഡ് ദ ഇൻ്റർവെൽസ് ഇൻ വിച്ച് ദ ഫംഗ്ഷൻ sin x is increasing. ഇൻ്റർവെൽ എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് sin x ൻ്റെ ഗ്രാഫ് എല്ലാവർക്കും അറിയാം.
0 π/2 π 3π/2 2π. അപ്പൊ നിങ്ങൾ ഈ ഗ്രാഫ് നോക്കിയിട്ട് നിങ്ങൾ പറയും. എങ്ങനെയാ പറയുക? 0 മുതൽ π/2 വരെയാണെങ്കിൽ ഇത് ഇൻക്രീസിങ് ആണ്. പിന്നെ π/2 മുതൽ 3π/2 വരെയാണെങ്കിൽ ഇത് ഡിക്രീസിങ് ആണ്. പിന്നെ 3π/2 മുതൽ 2π വരെ ഇൻക്രീസിങ് ആണ്. ഇത് കണ്ടില്ലേ? എക്സ് കൂടുന്നതനുസരിച്ച് y കൂടുന്നു. അതാണ് പരിപാടി. പക്ഷെ നമ്മൾ ഗ്രാഫ് ഒന്നും വരച്ചല്ല, നമുക്കിങ്ങനെ എല്ലാത്തിൻ്റെ ഗ്രാഫ് വരയ്ക്കാനും ബുദ്ധിമുട്ടാണ്. നമ്മൾ ഡിഫറൻസിയേഷൻ നടത്തും. f' കാണും. എന്താണ് f'? cos x. അവർ ഇൻക്രീസിങ് എന്നാ ചോദിച്ചേക്കണേ. അപ്പോൾ ഈ cos x പോസിറ്റീവ് വരുന്ന ഇൻ്റർവെല്ലിൽ നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. 0 മുതൽ π വരെ. 0 മുതൽ π വരെ. ഇവിടെ ചെറിയൊരു സംശയം നിങ്ങൾക്ക് തോന്നാം. 0 മുതൽ π വരെ ഒരിക്കലും ആൻസർ ചെയ്യരുത്. അവിടെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന സംശയം എന്താണെന്ന് വെച്ചാൽ 0 മുതൽ π വരെ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റ് സെക്കൻഡ് ക്വാഡ്രന്റ് വരില്ലേ? വരും. അപ്പോൾ 0 മുതൽ π/2 വരെ പോസിറ്റീവാണ്. ഫസ്റ്റ് ക്വാഡ്രന്റിൽ കോസ് പോസിറ്റീവാണ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ കോസ് നെഗറ്റീവാണ്. അപ്പോൾ നമ്മൾ എന്ത് പറയും? ചിലർ പറയും ബോത്ത് ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ്. അത് പറ്റില്ല. നൈദർ ഇൻക്രീസിങ് നോർ ഡിക്രീസിങ് എന്ന് പറയേണ്ടി വരും. എന്ത് പറയണം? നൈദർ ഇൻക്രീസിങ് നോർ ഡിക്രീസിങ്. കുറച്ച് സ്ഥലത്ത് കൂടുന്നു, കുറച്ച് സ്ഥലത്ത് കുറയുന്നു. അപ്പോൾ എൻ്റയർ ഇൻ്റർവെല്ലിൽ നൈദർ ഇൻക്രീസിങ് നോർ ഡിക്രീസിങ് എന്ന് പറയണം. ഇവിടെ 0 മുതൽ π വരെ നമുക്ക് എടുക്കാൻ പറ്റില്ല. അതേസമയം 0 മുതൽ π/2 വരെ നോക്കിയേ, ഫസ്റ്റ് ക്വാഡ്രന്റാ, cos x പോസിറ്റീവാ. π/2 മുതൽ π വരെ സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്, cos x നെഗറ്റീവാണ്. π മുതൽ 2π വരെ ഇതേ പ്രശ്നം പറയാം. π മുതൽ 3π/2 വരെ കോസ് നെഗറ്റീവും 3π/2 മുതൽ 2π വരെ കോസ് പോസിറ്റീവാണ്. പക്ഷെ അത് വെച്ച് നമുക്ക് ഇൻക്രീസിങ് പറയാൻ പറ്റില്ല. അപ്പോൾ സെക്കൻഡ് ഓപ്ഷൻ വരും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് അറിയുമോ? നിങ്ങൾ ഈ പോസിറ്റീവ് നെഗറ്റീവ് ചെക്ക് ചെയ്യേണ്ടതും ഈ ഡിഫറൻസിയേഷൻ നടത്തിയ ക്വാണ്ടിറ്റി തന്നെയായിരിക്കണം. ചിലർ ഡിഫറൻസിയേഷൻ നടത്തിയിട്ട് ഈ ക്വസ്റ്റിനെ കൊണ്ടുപോയി ചെക്ക് ചെയ്യുന്ന സിറ്റുവേഷനൊക്കെ ഉണ്ടാവാറുണ്ട്. അതൊന്നും പറ്റില്ല. ഫസ്റ്റ് ഡിഫറൻസിയേഷൻ നടത്തുക. അത് പോസിറ്റീവ് വരുന്ന ഇൻ്റർവെല്ലാണ് ഇൻക്രീസിങ്, അത് നെഗറ്റീവ് വരുന്ന ഇൻ്റർവെല്ലാണ് ഡിക്രീസിങ്. ഓക്കെ, ഇതിൻ്റെ 1-2 ക്വസ്റ്റ്യൻസോടെ ഉണ്ട്. ഇതെന്തായാലും ഉറപ്പായിരിക്കട്ടെ ഇൻക്രീസിങ് ഡിക്രീസിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ 1-2 കാണിച്ചു തരാം. വേറൊരു ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫംഗ്ഷൻ ഈസ് ആൻ ഇൻക്രീസിങ് ഫംഗ്ഷൻ ഇൻ ആർ? അതായത് അവർ പറയുകയാണ് എക്സിന് ഏത് റിയൽ നമ്പർ വേണമെങ്കിലും ഞങ്ങൾ കൊടുക്കും. ഈ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ ഏതാണ് ഇൻക്രീസിങ് ഫംഗ്ഷൻ? വിച്ച് വൺ ഇസ് ദ ഇൻക്രീസിങ് ഫംഗ്ഷൻ? ഫസ്റ്റ് ഓപ്ഷൻ എടുത്തു, ഡിഫറൻസിയേഷൻ നടത്തി, f' മൈനസ് സൈൻ എക്സ് എന്ന് കിട്ടി. കോസ് എക്സിൻ്റെ ഡിഫറൻസിയേഷൻ നടത്തി. എല്ലാം നമ്മൾ ചെയ്യുന്നതാണ്, ഡിഫറൻസിയേഷൻ നടത്തി. ഇതെന്തെങ്കിലും പറയാൻ പറ്റുമോ? ഒന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ പോസിറ്റീവ് വരും, ചില ഇൻ്റർവെല്ലിൽ പോസിറ്റീവ്, ചില ഇൻ്റർവെല്ലിൽ നെഗറ്റീവ്. അങ്ങനെയല്ല അവർ പറഞ്ഞിരിക്കുന്നത്. ഫംഗ്ഷൻ ഇൻ ആർ, റിയൽ നമ്പർ, ഏത് റിയൽ നമ്പർ കൊടുത്താലും പോസിറ്റീവ് കിട്ടണം. അടുത്ത ഓപ്ഷൻ എടുത്തു, ബി, f' ചെയ്തു. x³ ആണ് അതിൻ്റെ ഡിഫറൻസിയേഷൻ, 3x² കിട്ടി. ഇവിടെ നമുക്കൊരു കാര്യം ഉറപ്പാ, എക്സിന് ഏത് റിയൽ നമ്പർ കൊടുത്താലും പോസിറ്റീവ് ആയിരിക്കും. കാരണം എന്താ? x² വന്നിരിക്കുക. x² വന്നിരിക്കുന്നതുകൊണ്ട് എക്സിന് ഏത് റിയൽ നമ്പർ കൊടുത്താലും ആൻസർ പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, നെഗറ്റീവ് കൊടുത്താലും റൂട്ട് കൊടുത്താലും 0 കൊടുത്താലും ഏത് റിയൽ നമ്പർ കൊടുത്താലും ആൻസർ പോസിറ്റീവ് ആയിരിക്കും. സോ സെക്കൻഡ് ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ്. ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്യാം. അടുത്ത ഓപ്ഷൻ സി ആണ്, x². അതിൻ്റെ ഡിഫറൻസിയേഷൻ എടുത്താൽ 2x കിട്ടും. 2x എന്ന് പറയുമ്പോൾ നെഗറ്റീവ് നമ്പർ കൊടുക്കുമ്പോൾ ആൻസർ നെഗറ്റീവും, പോസിറ്റീവ് നമ്പർ കൊടുക്കുമ്പോൾ പോസിറ്റീവ് ആണ്. പറ്റില്ല. മോഡ് എക്സിനെ നിങ്ങൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും, -x +x. അതിൻ്റെ ഡിഫറൻസിയേഷൻ എടുക്കുമ്പോൾ ഒന്ന് -1 കിട്ടും, അടുത്ത് +1 കിട്ടും. അതും പറയാൻ പറ്റില്ല പോസിറ്റീവ് എന്ന്. അല്ലെങ്കിൽ മോഡ് എക്സിൻ്റെ ഗ്രാഫ് അറിയാം, ഇതിങ്ങനെ V ഷേപ്പിലല്ലേ നിൽക്കുന്നത് അല്ലേ? ഇവിടെ ഇത് ഡിക്രീസിങ് ആണ്, ഇത് ഇൻക്രീസിങ്. എക്സ് കൂടുന്നു, വൈയും കൂടുന്നു. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ഓപ്ഷൻ കിട്ടും. ഇതും 2025 കഴിഞ്ഞ വർഷം മാർച്ച് ചോദിച്ച വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. വീണ്ടും ഇൻക്രീസിങ് ഡിക്രീസിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ. ഇതും 2025 മാർച്ച് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്.
നിങ്ങൾ എന്ത് ചെയ്യും? ഇതാണ് ഫംഗ്ഷൻ, ഒന്ന് ഡിഫറൻസിയേഷൻ നടത്തൂ. അപ്പോൾ 2x - 4 എന്ന് കിട്ടും. ഇത് രണ്ട് വിധത്തിൽ ചെയ്യാം. നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം ചിലപ്പോൾ ഡിഫറൻസിയേഷൻ നടത്തി കഴിയുമ്പോൾ ക്വാഡ്രാറ്റിക് ഒക്കെ വരുവാണെങ്കിൽ ഈ ക്വസ്റ്റ്യനിലായാലും ഈ മെത്തേഡ് സ്വീകരിച്ചാൽ കുഴപ്പമൊന്നുമില്ല. 2 × x - 2 = 0 എന്ന് കൊടുത്തു. ഫസ്റ്റ് ഡെറിവേറ്റീവ് = 0 എന്ന് കൊടുത്ത് ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കും. അതിനകത്ത് ചേഞ്ച് വരാവുന്ന പോയിന്റ്. അപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് = 0 എന്ന് കൊടുത്താൽ x = 2 എന്ന് കിട്ടും. നിങ്ങളൊരു നമ്പർ ലൈൻ വരച്ചു കഴിഞ്ഞാൽ -∞ മുതൽ ഇൻഫിനിറ്റി വരെ x = 2. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞത് ഇതൊരു ക്യൂബിക് ഡിഗ്രി ഇക്വേഷൻ ആണെങ്കിൽ ഡിഫറൻസിയേഷൻ നടത്തുമ്പോൾ അത് ക്വാഡ്രാറ്റിക് ആവും, ഡിഗ്രി 2 ആകും. അപ്പോൾ നിങ്ങൾക്ക് എക്സിന് 2 വാല്യൂ കിട്ടും. അപ്പോൾ ഇങ്ങനെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ എളുപ്പമുണ്ട്. ഓക്കെ, ഇതിനകത്ത് ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, എങ്കിലും ഞാൻ പറഞ്ഞപ്പോൾ ആ കൺസെപ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. നോക്കൂ, ഇതാണ് f'(x) 2 × x - 2. നിങ്ങൾ 2വിനേക്കാൾ വലിയ ഏത് വാല്യൂ ഇതിനകത്ത് കൊടുത്തോ പോസിറ്റീവ് ആയിരിക്കും ആൻസർ. എക്സിന് 3 കൊടുത്തോ, 4 കൊടുത്തോ, 5 കൊടുത്തോ, 2വിനേക്കാൾ വലിയ ഏത് നമ്പർ കൊടുത്താലും ഇത് പോസിറ്റീവ് ആയിരിക്കും. 2വിനേക്കാൾ ചെറിയ ഏത് നമ്പർ 0, 1, 1/2, -1 ഏത് നമ്പർ ഇവിടുത്തെ എക്സിന് കൊടുത്താലും നെഗറ്റീവ് ആയിരിക്കും. ക്വസ്റ്റ്യനിലല്ല കൊടുക്കേണ്ടത്, ഇതിൽ കൊടുക്കും ഫംഗ്ഷനിൽ. അപ്പോൾ ഇത് നെഗറ്റീവ് ആയിരിക്കും. ഏത്? f'(x)ന്റെ കാര്യമായിട്ടോ പറയുന്നത്, f'(x). അപ്പോൾ ഇൻക്രീസിങ് എന്ന് പറയുന്ന ഇന്റർവെൽ ഏതാണ്? ഇൻക്രീസിങ് എന്ന് പറയുന്ന ഇന്റർവെൽ 2 to infinity. ഡിക്രീസിങ് എന്ന് പറയുന്ന ഇന്റർവെല്ലാണ് -∞ to 2. അപ്പോൾ -∞ മുതൽ 2 വരെ ഇത് ഡിക്രീസിങ്ങും, 2 to infinity ഇത് ഇൻക്രീസിങ്ങും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇങ്ങനെ പോളിനോമിയൽസ് ഒക്കെ വരുമ്പോൾ ഫസ്റ്റ് ഡിഫറൻസിയേഷൻ = 0 എന്ന് കൊടുക്കുക. എന്തിനാ 0 എന്ന് കൊടുക്കുന്നത്? നമുക്ക് പോസിറ്റീവ് നെഗറ്റീവിനെ കുറിച്ച് അറിയേണ്ടത്. 0യുടെ ഒരു സൈഡ് പോസിറ്റീവ്, അടുത്ത സൈഡ് നെഗറ്റീവ്, അങ്ങനെയല്ല നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് =0 എന്ന് കൊടുത്ത് നമ്മൾ ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇൻക്രീസിങ് ഡിക്രീസിങ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. സിമ്പിളാണ്. ഒരു പ്രാവശ്യം ഡിഫറൻസിയേഷൻ നടത്തുക, പോസിറ്റീവ് വരുന്ന ഇൻ്റർവെൽ. ഇനിയിപ്പോൾ ഡിഫറൻസിയേഷൻ എഴുതി വെച്ചാൽ അതിൻ്റെ മാർക്ക് നിങ്ങൾക്ക് കിട്ടും. പോസിറ്റീവ് വരുന്ന ഇൻ്റർവെൽ ഇൻക്രീസിങ്, നെഗറ്റീവ് വരുന്ന ഇൻ്റർവെൽ ഡിക്രീസിങ്. അതും പഠിച്ചു. ഇനി ഒരൊറ്റ പോയിന്റോടെ ഉള്ളൂ നിങ്ങൾ ഏറ്റവും പേടിയോടുകൂടി കാണുന്ന മാക്സിമം മിനിമവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ 3 കാര്യങ്ങൾ അറിഞ്ഞാൽ മതി വേർഡ് പ്രോബ്ലം ചോദിച്ചു കഴിഞ്ഞാൽ. ഒന്ന്, നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തരും. f(x) എന്ന് പറഞ്ഞ് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരുന്നു. നിങ്ങൾ 2 കാര്യങ്ങൾ ചെയ്യണം. അതിനെ ഡിഫറൻസിയേഷൻ നടത്തണം 2 പ്രാവശ്യം. 1 പോരാ, 2 പ്രാവശ്യം നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. ഓരോ ഡിഫറൻസിയേഷനും ഓരോ യൂസാണ്. ഫസ്റ്റ് ഡിഫറൻസിയേഷൻ എന്തിനാണെന്നറിയാമോ? അത് =0 എന്ന് കൊടുത്തിട്ട് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. അത് നമ്മൾ എവിടെ ചെയ്തതാ? ഇൻക്രീസിങ് ഡിക്രീസിങ് ചെയ്തതാ. ഫസ്റ്റ് ഡിഫറൻസിയേഷൻ =0 എന്ന് കൊടുത്തു, എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞു. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് അന്നേരം A1 എന്നോ A2 എന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാല്യൂ കിട്ടിയെന്നിരിക്കട്ടെ. ഇനി സെക്കൻഡിൻ്റെ ഡ്യൂട്ടി എന്നാണെന്നറിയാമോ? ഈ ഫസ്റ്റ് ഡിഫറൻസിയേഷൻ =0 എന്ന് കൊടുത്തപ്പോൾ എക്സിന് കിട്ടിയ ആൻസർ ഇല്ലേ, അതെടുത്ത് സെക്കൻഡിൽ കൊടുക്കും. അപ്പോൾ ആൻസർ എത്രയാണെന്ന് എനിക്കറിയണ്ട, അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് ഒരു കാര്യം ഓർത്താൽ മതി, ഓപ്പോസിറ്റ് ആട്ടോ. ആൻസർ പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങൾ പറയണം ഇത് മിനിമം ആണെന്ന് പറയണം. ശരിക്കും പോസിറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ മാക്സിമം അല്ല, തിരിച്ചു പറയണം. സെക്കൻഡ് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ മിനിമം, സെക്കൻഡ് ഡെറിവേറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ മാക്സിമം. അപ്പോൾ അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞു. സെക്കൻഡ് ഡെറിവേറ്റീവിൻ്റെ ഡ്യൂട്ടി ഏതാ? എനിക്ക് ഫസ്റ്റ് ഡെറിവേറ്റീവ് =0 എന്ന് കൊടുത്തപ്പോൾ എക്സിനൊരു വാല്യൂ കിട്ടി, അത് ഞാൻ സെക്കൻഡിൽ കൊടുക്കും. അപ്പോൾ കിട്ടുന്ന ആൻസർ പോസിറ്റീവോ നെഗറ്റീവോ, അത് കംപ്ലീറ്റ് സിംപ്ലിഫൈ ഒന്നും വേണ്ട. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. പോസിറ്റീവ് എന്ന് ഉറപ്പിച്ച് അപ്പോൾ തന്നെ പറഞ്ഞാൽ മിനിമമാണ്, നെഗറ്റീവ് എന്ന് ഉറപ്പിച്ച് അപ്പോൾ തന്നെ പറഞ്ഞാൽ മാക്സിമമാണ്. ഇനി എന്താണ് ഈ ക്വസ്റ്റ്യൻ്റെ ഡ്യൂട്ടി? നിങ്ങൾക്കിപ്പോൾ A1 എന്ന് പറയുന്ന വാല്യൂ കൊടുത്തപ്പോൾ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് കിട്ടിയില്ലേ? എത്രയാണ് ഈ നെഗറ്റീവ് അല്ലെങ്കിൽ മാക്സിമം അല്ലെങ്കിൽ മിനിമം ആൻസർ എന്ന് അറിയണ്ടേ? ഈ ആൻസർ അറിയണമെങ്കിൽ അതെടുത്ത് ക്വസ്റ്റ്യനിൽ കൊടുക്കണം. ഞാൻ ഒരു ചെറിയ എക്സാമ്പിൾ കാണിച്ചു തന്നാൽ, ഇപ്പോൾ
എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 3. എക്സ് സ്ക്വയർ പ്ലസ് 3 ശരിക്കും, അല്ലെങ്കിൽ വേണ്ട, എക്സ് സ്ക്വയർ മൈനസ് 3. ശരിക്കും ഇതിന്റെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ y is equal to എക്സ് സ്ക്വയർ മൈനസ് 3. ഇങ്ങനെ വരും, പ്ലസ് 3. സീറോ 3. എക്സിന് 0 കൊടുത്താൽ ആൻസർ 3 കിട്ടും. വേറെ ഏത് വാല്യൂ കൊടുത്താലും 3യേക്കാൾ വലിയ ആൻസർ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. ഇത് ഞാൻ ഡിഫറൻസിയേഷൻ, അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് പറയാൻ പറ്റും ഇതിൻ്റെ മാക്സിമം എനിക്ക് പറയാൻ പറ്റില്ല, അങ്ങ് പോവും. മിനിമം ആൻസർ 3 ആയിരിക്കും. അതെപ്പോഴാണ് കിട്ടുന്നത്? എക്സിന് 0 കൊടുക്കുമ്പോൾ. ഇതെങ്ങനെ ഞാൻ ചെക്ക് ചെയ്യുമെന്ന് ചോദിച്ചാൽ, ഞാൻ 2 പ്രാവശ്യം ഡിഫറൻസിയേഷൻ നടത്തും. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 3. 2 പ്രാവശ്യം ഡിഫറൻസിയേഷൻ നടത്തി. ഓക്കെ അല്ലേ? ഇനി ഓരോരുത്തരുടെ ഡ്യൂട്ടി, ആദ്യത്തെ ഡിഫറൻസിയേഷൻ ഈക്വൽ ടു 0 എന്ന് കൊടുത്തു. അപ്പോൾ എനിക്ക് എക്സിന് 0 എന്നുള്ള വാല്യൂ കിട്ടി. ചില ക്വസ്റ്റ്യനിൽ വേറെ വാല്യൂസ് ആയിരിക്കും കിട്ടുന്നത്. അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ഡിഫറൻസിയേഷൻ്റെ ഡ്യൂട്ടി എന്താണ്? ഈ കിട്ടിയ ആൻസർ ഇല്ലേ, അതെടുത്ത് സെക്കൻഡ് ഡിഫറൻസിയേഷനിൽ കൊടുത്തു എക്സിന്. ഇവിടെ എക്സ് ഇല്ല, അപ്പോൾ ചുമ്മാ എഴുതുന്നേ ഉള്ളൂ. ആൻസർ പോസിറ്റീവ് കിട്ടി. എക്സ് ഉണ്ടെങ്കിൽ എക്സിന് വാല്യൂ കൊടുക്കണം. അപ്പോൾ നിങ്ങൾ പറയണം എക്സിന് 0 കൊടുക്കുമ്പോൾ ആൻസർ പോസിറ്റീവ്. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ മിനിമം എന്ന് പറയണം. മിനിമം. അപ്പോൾ നിങ്ങൾ പറയുന്നത് മിനിമം ആണ്. എപ്പോഴാണ് മിനിമം ആയത്? 0 കൊടുത്തപ്പോഴാണ് മിനിമം ആയത്. എങ്കിൽ എത്രയാണ് ആ മിനിമം ആൻസർ? ഈ 0 എടുത്ത് ക്വസ്റ്റ്യനിൽ കൊടുക്കുക. അപ്പോൾ എഫ് ഓഫ് 0 ഈക്വൽ ടു 0 പ്ലസ് 3. 3 ആണ് മിനിമം ആൻസർ. കണ്ടോ, എനിക്ക് എക്സിന് 0 കൊടുത്തപ്പോഴാണ് ഏറ്റവും മിനിമം ആൻസർ കിട്ടിയതെന്നും ആ മിനിമം ആൻസർ 3 ആണെന്നും കിട്ടി. ഇതാണ് സിമ്പിളായിട്ടുള്ള മാക്സിമം മിനിമത്തിൻ്റെ ഒരു കൺസെപ്റ്റ്. ഇനി നിങ്ങൾക്ക് പക്ഷെ ബോർഡ് എക്സാമിന് ചോദിക്കുന്നത് ഇതുപോലെയുള്ള വേർഡ് പ്രോബ്ലംസ് ഒക്കെ ആയിരിക്കും. ഇത് 2025 സേ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? ഇവിടെ നിങ്ങൾ 2 ഇക്വേഷൻ എഴുതണം. മിക്കവാറും ക്വസ്റ്റ്യനിൽ 2 ഇക്വേഷൻ വേണ്ടി വരും. ചില ക്വസ്റ്റ്യനിൽ ഒരു റെക്റ്റാങ്കിളിൻ്റെ കോർണറിൽ നിന്നൊക്കെ കട്ട് ചെയ്തു എന്നുള്ള ക്വസ്റ്റ്യനിലൊക്കെ ഒരു ഇക്വേഷൻ മതി. ഒരു വേരിയബിൾ ഉള്ള ഒരു ഇക്വേഷൻ മതി. മിക്കവാറും 2 വേരിയബിൾ ഉണ്ടാവും. 2 ഇക്വേഷൻ എഴുതണം. അത് നിങ്ങൾ തന്നെ എഴുതേണ്ടി വരും. അപ്പോൾ ഇതിനകത്ത് അവർ കൊടുത്തിട്ടുണ്ട് ഇക്വേഷനെ കുറിച്ചൊക്കെ. എന്തിനാണെന്നറിയാമോ? 1 ഇക്വേഷൻ ഫോർ സബ്സ്റ്റിറ്റ്യൂഷൻ, അനദർ ഫോർ ഡിഫറൻസിയേഷൻ. ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂഷന് വേണ്ടിയും ഒരു ഇക്വേഷൻ ഡിഫറൻസിയേഷന് വേണ്ടിയും. അതെങ്ങനെ തീരുമാനിക്കും? ശ്രദ്ധിച്ചോളൂ കേട്ടോ. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ അതിനകത്ത് മാക്സിമം, മിനിമം, ലീസ്റ്റ്, ലാർജസ്റ്റ്, ഗ്രേറ്റസ്റ്റ് അങ്ങനെ എന്തെങ്കിലും വാക്കുകളൊക്കെ കാണും. അതാണ് ഡിഫറൻസിയേഷൻ ഉപയോഗിക്കേണ്ടത്. ചിലപ്പോൾ വോളിയം മാക്സിമം, അല്ലെങ്കിൽ ലീസ്റ്റ് കേർവ്ഡ് സർഫസ് ഏരിയ, അല്ലെങ്കിൽ ലാർജസ്റ്റ് ഏരിയ, അങ്ങനെ എന്തെങ്കിലും പറയും. അതാണ് ഡിഫറൻസിയേഷൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഡിഫറൻസിയേഷൻ നടത്തുന്നതിന് മുൻപ് അതിനകത്ത് ചിലപ്പോൾ 2 വേരിയബിൾ കാണും. അപ്പോൾ അത് ഒരു വേരിയബിളിലേക്ക് മാറ്റണം. അതിന് വേണ്ടിയിട്ടാണ് വേറൊരു ഇക്വേഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയാൽ, റേഡിയസ് എച്ച് വി, റേഡിയസ് ഹൈറ്റ് വോളിയം കോൺ, സെമി വെർട്ടിക്കൽ ആംഗിൾ തീറ്റ, സ്ലാൻഡ് ഹൈറ്റ് എൽ, ഇതൊക്കെ അവർ തന്നിട്ടുണ്ട്. ഷോ ദാറ്റ് വോളിയം ഇതാണെന്ന് പ്രൂവ് ചെയ്യണം. അതാണ് അവരുടെ ആദ്യത്തെ കാര്യം. നമുക്ക് ചെയ്യാം. നമുക്ക് ആദ്യം ഒരു കോൺ വരയ്ക്കാം. കോണിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ സ്ലാൻഡ് ഹൈറ്റ് എൽ, എച്ച്, റേഡിയസ്, ഇത് വെർട്ടിക്കൽ ആംഗിൾ, അതിൻ്റെ ഹാഫ്. നിങ്ങൾക്കറിയാം വോളിയം ഓഫ് എ കോൺ എന്ന് പറഞ്ഞാൽ ഫോർമുല എന്താണ്? 1/3 പൈ ആർ സ്ക്വയർ എച്ച്. നിങ്ങൾ ഇങ്ങനെ എഴുതും. ഈ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കും. ഷോ ദാറ്റ് ദ സെമി വെർട്ടിക്കൽ ആംഗിൾ ഓഫ് എ കോൺ ഓഫ് മാക്സിമം വോളിയം. കോൺ ഓഫ് മാക്സിമം വോളിയം. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി വോളിയത്തിൽ ഡിഫറൻസിയേഷൻ നടത്തണം. ഇതാണ് വോളിയം. ഇവിടെ 2 വേരിയബിൾ ഉണ്ട്, ആറും എച്ചും. എല് വേരിയബിൾ അല്ല. കാരണം ഗിവൺ സ്ലാൻഡ് ഹൈറ്റ് എല്ലാം തന്നേക്കണേ, അത് മാറ്റാൻ പറ്റില്ല. റേഡിയസ് ഹൈറ്റും മാറ്റും, വേരിയബിളാണ്. അപ്പോൾ ഈ 2 വേരിയബിളായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതിന് മുമ്പ് നിങ്ങൾ ഒരു വേരിയബിൾ ആക്കണം. ഡിഫറൻസിയേഷന് മുമ്പ് ഒന്നുകിൽ 6 അല്ലെങ്കിൽ എച്ച്. എനിക്ക് എന്തായാലും പ്രശ്നമൊന്നുമില്ല. അത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം. മിക്കവാറും ക്വസ്റ്റ്യൻ ഇങ്ങനെ നോക്കി കഴിയുമ്പോൾ പെട്ടെന്ന് ഐഡിയ കിട്ടും. നോക്കൂ, ഈ ട്രയാങ്കിൾ എടുത്താൽ മതി. എ, പി,
സി. പൈതഗോറസ് തിയറം, റൈറ്റ് ട്രയാങ്കിൾ അല്ലേ? അപ്പോൾ എന്ത് കിട്ടും? എൽ സ്ക്വയർ ഇസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ. അവർ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നതിൽ കണ്ടോ ആറില്ല. അപ്പോൾ എൽ സ്ക്വയർ മൈനസ് എച്ച് സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. ഈ ആർ സ്ക്വയറിന്റെ വാല്യൂ ഇവിടെ കൊടുക്കും. π/3 ഇൻറ്റു എച്ച് ആർ സ്ക്വയറിന് പകരം എൽ സ്ക്വയർ മൈനസ് എച്ച് സ്ക്വയർ ഇൻറ്റു എച്ച്. ഈ എച്ച് ബ്രാക്കറ്റിനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ നോക്കൂ, പൈ ഇൻറ്റു അവരെഴുതിയേക്കുന്ന അല്ലെങ്കിൽ π/3 ഇൻറ്റു എൽ സ്ക്വയർ എച്ച് മൈനസ് എച്ച് ക്യൂബ്. ദിസ് ഈസ് ദ വോളിയം. അതാണ് അവരെഴുതിയേക്കുന്നത്. ഓക്കെ, അപ്പോൾ 2 ഇക്വേഷൻ എഴുതണമെന്ന് ഞാൻ പറഞ്ഞു. ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ വോളിയം മാക്സിമം എന്ന് കണ്ടു. അപ്പോൾ വോളിയത്തിലാണ് ഡിഫറൻസിയേഷൻ നടത്തേണ്ടത്. 2 വേരിയബിൾ ഉണ്ട്, ആറ് വെച്ചും. അത് മാറ്റണം. അത് നിങ്ങൾക്ക് 2-3 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കിട്ടും. മിക്കവാറും ക്വസ്റ്റ്യനിൽ പൈതഗോറസ് തിയറാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും അവർ ഗിവൺ എന്ന് പറഞ്ഞ് തരും. ഗിവൺ ഏരിയ, ഗിവൺ എന്ന് പറഞ്ഞ് അവർ തരും. അപ്പോൾ അതിൽ നിന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താൻ പറ്റും. ഗിവൺ എന്ന് പറഞ്ഞാൽ അത് മാറ്റം വരുത്താൻ പറ്റുമൊന്നുമില്ല എന്ന്. ഓക്കെ, ഇനി ഇതാണ് ഫസ്റ്റ് കേസ് കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്ത കേസ്. ഇവിടെ ക്വസ്റ്റ്യൻ ശരിക്കും വായിക്കണം കേട്ടോ. മാക്സിമം വോളിയം എന്ന് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാം. ഇതല്ലേ വോളിയം. ഈ വോളിയം 2 പ്രാവശ്യം ഡിഫറൻസിയേഷൻ നടത്തണം. അതിനകത്ത് വേരിയബിൾ ആരാന്ന് സംശയമില്ലല്ലോ. എച്ച് ആണ് വേരിയബിൾ, എൽ അല്ല. എല്ലാവരും തന്നേക്കുന്നതാ. അപ്പോൾ 2 പ്രാവശ്യം ഡിഫറൻസിയേഷൻ നടത്തണം. വിത്ത് റെസ്പെക്ട് ടു ടി അല്ല കേട്ടോ. കാരണം ഒരു കേസിൽ അവർ സമയത്തിനനുസരിച്ച് മാറുന്നതിനെ കുറിച്ചൊന്നും പറയുന്നില്ല. വേരിയബിൾ എച്ച്. അപ്പോൾ എച്ച് വെച്ച് 2 പ്രാവശ്യം ഡിഫറൻസിയേഷൻ നടത്തുന്നു. എനിക്ക് പ്രോസസ്സ് കംപ്ലീറ്റ് അറിയാം. എച്ച് വെച്ച് ഞാൻ 2 പ്രാവശ്യം ഡിഫറൻസിയേഷൻ നടത്തും. ഫസ്റ്റ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കും. വേരിയബിൾ എച്ചിൻ്റെ വാല്യൂ കാണും. അതെടുത്ത് സെക്കൻഡിൽ കൊടുക്കുമ്പോൾ ആൻസർ എന്തായിരിക്കണം? പോസിറ്റീവാണോ നെഗറ്റീവാണോ? ഒരു സംശയം വേണ്ട, ആൻസർ നെഗറ്റീവ് കിട്ടണം. കാരണം മാക്സിമം വോളിയം എന്ന് പറയുന്നു. മാക്സിമം വോളിയം ആണെങ്കിൽ സെക്കൻഡ് ഡെറിവേറ്റീവ് നെഗറ്റീവ് കിട്ടണം. ഇത്രയും കാര്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. ഞാനതങ്ങ് ചെയ്യുകയാണ്. ഫസ്റ്റ് ഡിഫറൻസിയേഷൻ ഡി വി ബൈ ഡി എച്ച് π/3 കോൺസ്റ്റൻറ്റ് എൽ സ്ക്വയർ ഇൻറ്റു എച്ചിൻ്റെ ഡിഫറൻസിയേഷൻ 1 എച്ച് ക്യൂബിൻ്റെ 3h സ്ക്വയർ സീക്വൽ ടു 0. ഈ π/3 റൈറ്റിലേക്ക് പോകുമ്പോൾ 0 ആയിപ്പോയി. എൽ സ്ക്വയർ സീക്വൽ ടു 3h സ്ക്വയർ. ദാറ്റ് ഇംപ്ലൈസ് ഇത് റൈറ്റിലേക്ക് പോകുന്നു. പൈയും 3 എല്ലാം റൈറ്റിലേക്ക് പോകുമ്പോൾ 0 ആയിപ്പോയി. 3h സ്ക്വയർ റൈറ്റിലേക്ക് പോകുന്നു. എച്ച് സീക്വൽ ടു L/√3 എന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾ പ്ലസ് ഓർ മൈനസ് ഒന്നും എടുക്കണ്ട കേട്ടോ. ഹൈറ്റ് അല്ലേ, ഹൈറ്റ് നെഗറ്റീവ് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇവിടെ വരെ എത്തി. നമുക്ക് അടുത്ത ഡിഫറൻസിയേഷൻ നടത്തിയേക്കാം കേട്ടോ. അടുത്ത ഡിഫറൻസിയേഷൻ ഡി സ്ക്വയർ വി ബൈ ഡി എച്ച് സ്ക്വയർ. സി π/3 കോൺസ്റ്റൻ്റ് ആണ്. എൽ സ്ക്വയർ മൈനസ് ഇൻറ്റു 1ൻ്റെ ഡിഫറൻസിയേഷൻ 0 വരും. 3h സ്ക്വയറിൻ്റെ 6h കിട്ടും. വിച്ച് ഇസ് ഈക്വൽ ടു 6ഉം 3യും കട്ട് ചെയ്ത് പോയിട്ട് -2πh എന്ന് കിട്ടും. ഓക്കെ, ഞാൻ എന്ത് ചെയ്യണം? ഡി സ്ക്വയർ വി ബൈ ഡി എച്ച് സ്ക്വയറിൽ എച്ചിന് പകരം എന്ത് കൊടുക്കണം? L/√3 കൊടുക്കണം. ഫസ്റ്റ് ഡിഫറൻസിയേഷൻ 0 എന്ന് കൊടുത്തു. എക്സിന് വാല്യൂ കിട്ടി. അതെടുത്ത് സെക്കൻഡിൽ കൊടുക്കുന്നു. -2π ഇൻറ്റു L/√3. ഇതെല്ലാം കോൺസ്റ്റന്റുകളാണ്. ഇതെല്ലാം പോസിറ്റീവാണ്. ആൻസർ നെഗറ്റീവ്. കാരണം ഒരു മൈനസ് പുറത്തുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പറയാം വോളിയം ഈസ് മാക്സിമം. വെൻ എപ്പോഴാണ്? എച്ച് ഈക്വൽ ടു L/√3. എച്ചിന് L/√3 കിട്ടുമ്പോൾ വോളിയം മാക്സിമം ആണ്. ഇവിടെ തീർന്നോ? ഇവിടെ തീർന്നിട്ടില്ല. ഒരു കാര്യത്തോടെ നിങ്ങൾ ചെയ്യണം. എന്താണത്? ഒരു കാര്യത്തോടെ നിങ്ങൾ പ്രൂവ് ചെയ്യണം. എന്താണത്? അത് നോക്കൂ. ഷോ ദാറ്റ് സെമി വെർട്ടിക്കൽ ആംഗിൾ. ഇതുണ്ടോ? ഈ സെമി വെർട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് √2 ആണ്. ഇത് വെർട്ടിക്കൽ ആംഗിൾ. ഇത് കംപ്ലീറ്റ് വെർട്ടിക്കൽ ആംഗിൾ ആണ്. ഇതിന്റെ പകുതി സെമി വെർട്ടിക്കൽ ആംഗിൾ. അതായത് തീറ്റ എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് √2. ഇതും നിങ്ങൾ പ്രൂവ് ചെയ്യണം. ആ വോളിയത്തിന്റെ കാര്യം വിട്ടേ.
ഷോ ദാറ്റ് സെമി വെർട്ടിക്കൽ ആംഗിൾ ഈസ് ടാൻ ഇൻവേഴ്സ് റൂട്ട് 2. അതായത് രണ്ട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. വോളിയം മാക്സിമം അത് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അതോടൊപ്പം ഇതവർ തന്നേക്കണതല്ല കേട്ടോ. ചിലർ വിചാരിക്കും ടാൻ ഇൻവേഴ്സ് റൂട്ട് 2 അവരിലല്ല, അവർ തന്നിരിക്കുന്നതല്ല. വോളിയം മാക്സിമം ആകുമ്പോൾ ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. സെമി വെർട്ടിക്കൽ ആംഗിൾ റൂട്ട് 2 ടാൻ ഇൻവേഴ്സ് റൂട്ട് 2 ആയിരിക്കും. ഇത് ഞാൻ പ്രൂവ് ചെയ്യണം. അതെന്ത് പ്രൂവ് ചെയ്യണം വെച്ചാൽ ഒരു സ്റ്റെപ്പോടെ ഞാൻ എഴുതിയാൽ ഞാൻ ചെയ്യേണ്ടത് ഇതാ, ടാൻ തീറ്റ ഈക്വൽ ടു റൂട്ട് 2 എന്ന് ഞാൻ പ്രൂവ് ചെയ്യണം. ഞാൻ പ്രൂവ് ചെയ്യാൻ പോവാ. ടാൻ തീറ്റ ഈക്വൽ ടു റൂട്ട് 2. ഈ കണ്ടുപിടിച്ച കൺസെപ്റ്റ് എനിക്ക് ആവശ്യം വരും കേട്ടോ. ഞാൻ വീണ്ടും ഫിഗറിലേക്ക് വന്നു. ഈ ഫിഗറിൽ ഞാൻ ടാൻ തീറ്റ എഴുതി. ആ ട്രയാങ്കിളിൽ എന്തായിരിക്കും ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഇതല്ലേ തീറ്റ, ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്, R/H എഴുതി. എന്നിട്ട് ഞാൻ ആലോചിക്കുക, എനിക്ക് ഈ R ഉം H ഒന്നും വേണ്ട, റൂട്ട് 2 കിട്ടണം. എങ്ങനെ കിട്ടും? അപ്പോൾ ഈ R ഉം H ഉം തമ്മിലുള്ള റിലേഷൻ നോക്കും. ദേ ഒരു റിലേഷൻ ഇതാണ്. ഒരു റിലേഷൻ ഇതാ. ഇത് രണ്ടും എനിക്ക് കിട്ടിയിരിക്കുന്ന ഈ രണ്ട് റിലേഷൻ ഉപയോഗിച്ച് ഞാൻ ഇത് റൂട്ട് 2 എത്തിക്കും. ഓക്കെ, അതായത് ഇത് R/H എന്ന് കിട്ടി, വിച്ച് ഇസ് ഈക്വൽ ടു H എത്രയാണ്? H എന്ന് പറഞ്ഞാൽ L/√3 ആണ്. സമ്മതിച്ചോ? H എന്ന് പറയുന്നത് L/√3. ഇനി ആറിലേക്ക് വരാം നമുക്ക്. R ഇത് ഇവിടെ വരൂ. ആറിന് പകരമായിട്ട് R² = L² മൈനസ് H² എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? L/3 അല്ലേ? L²/3 വരും. L²/3 വരും. ഇത് LCM കണ്ടു കഴിഞ്ഞാൽ 2L²/3 വരും. അപ്പോൾ R എന്ത് കിട്ടും? √2L/√3 കിട്ടും. അപ്പോൾ R-ന്റെ വാല്യൂ ഇവിടെ കൊടുത്തു, √2L/√3 വരും. ദേ ഈ √3 L കട്ട് സീക്വൽ ടു √2 കിട്ടും. അപ്പോൾ ടാൻ തീറ്റ ഈക്വൽ ടു √2 എനിക്ക് കിട്ടി. സോ വാട്ട് ഈസ് തീറ്റ? തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് √2. തീറ്റ ഈസ് ഈക്വൽ ടു വാട്ട്? ടാൻ ഇൻവേഴ്സ് √2. ഇത്രയുള്ള പരിപാടി. ക്വസ്റ്റ്യൻ വായിച്ച് ശരിക്കും മനസ്സിലാക്കുക. എവിടെയാണോ മാക്സിമം മിനിമം എന്ന് പറയുക, അതിനകത്ത് ഡിഫറൻസിയേഷൻ നടത്തുക. ഡിഫറൻസിയേഷന് മുമ്പ് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താൻ ഒരു ഇക്വേഷൻ നിങ്ങൾ ഫോം ചെയ്യുക. ആ ഒരു കൺസെപ്റ്റ് വെച്ച് മനസ്സിലാക്കി ഓരോ ക്വസ്റ്റ്യൻ ചെയ്തു പോയാൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഒരു ക്വസ്റ്റ്യനോടെ ചെയ്യാം. ഇതാണ് 2025 കഴിഞ്ഞ വർഷം മാർച്ചിൽ ബോർഡ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ. സിമ്പിളാ. ഷോ ദാറ്റ് ഓഫ് എമംഗ് ഓൾ റെക്ടാങ്കിൾസ് ഇൻസ്ക്രൈബ്ഡ് ഇൻ എ ഗിവൺ സർക്കിൾ സ്ക്വയർ ഹാസ് ദ മാക്സിമം ഏരിയ. ഞാൻ ജസ്റ്റ് ഫിഗർ ഒന്ന് വേണമെങ്കിൽ കാണിച്ചു തരാം. സർക്കിളിനകത്ത് ആരിയ്ക്കുന്നു? സർക്കിളിനകത്ത് ഒരു റെക്ടാങ്കിൾ ഇരിക്കുന്നു. ഓക്കെ, സർക്കിളിനകത്ത് ഒരു റെക്ടാങ്കിൾ ഉണ്ട്. അവർ പറയുന്നത് ഓൾ റെക്ടാങ്കിൾസ് ഇൻസ്ക്രൈബ്ഡ് ഇൻ എ ഗിവൺ സർക്കിൾ. അവിടെ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. സർക്കിൾ ഗിവണ എന്ന് പറഞ്ഞാൽ സർക്കിളിന് ഒരു മാറ്റവും വരുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ സർക്കിളിന്റെ ആര് മാറില്ല? റേഡിയസ് മാറില്ല. റേഡിയസ് ഇസ് എ കോൺസ്റ്റന്റ്. ഈ സർക്കിളിന്റെ റേഡിയസ് കോൺസ്റ്റന്റ് ആയിരിക്കും. ദ സ്ക്വയർ ഹാസ് ദ മാക്സിമം ഏരിയ. അപ്പൊ എന്തിലാ ഡിഫറൻസിയേഷൻ നടത്തണ്ടേ? നിങ്ങൾ പറയും സ്ക്വയറിന്റെ ഏരിയയിലാന്ന്. അല്ല, സ്ക്വയർ ഹാസ് ദ മാക്സിമം ഏരിയ. ഈ സ്ക്വയർ എന്നൊന്നും അങ്ങ് വിട്ട് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ശരിക്കും വായിച്ച ഐഡിയ കിട്ടും. മാക്സിമം ഏരിയയിൽ ഡിഫറൻസിയേഷൻ നടത്തണം. ഏരിയ ആരുടെ ഏരിയയിൽ? ഈ റെക്റ്റാങ്കിളിന്റെ ഏരിയയിൽ. ലെങ്ത് ബ്രെഡ്ത്ത് എങ്ങനെ വേണേൽ എടുക്കാം കേട്ടോ. അപ്പോൾ റെക്റ്റാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് XY. ഇവിടെ നിങ്ങൾ രണ്ട് കാര്യങ്ങൾ തെളിയിക്കണം. എന്താണ്? ഈ റെക്റ്റാങ്കിളിന്റെ ഏരിയ മാക്സിമം ആണെന്നും റെക്റ്റാങ്കിളിന്റെ ഏരിയയിൽ 2 പ്രാവശ്യം ഡിഫറൻസിയേഷൻ നടത്തും. ഫസ്റ്റ് ഈക്വൽ ടു 0 കൊടുക്കും, വേരിയബിളിന്റെ വാല്യൂ കണ്ടുപിടിക്കും, സെക്കൻഡ് കൊടുക്കും, ആൻസർ നെഗറ്റീവ് കിട്ടണം. റെക്റ്റാങ്കിളിന്റെ ഏരിയ മാക്സിമം ആകുമ്പോൾ ഈ റെക്റ്റാങ്കിൾ എന്ന് പറയുന്ന സാധനം സ്ക്വയർ ആയിട്ട് മാറും. റിസൾട്ടാണത്. നമ്മളത് പ്രൂവ് ചെയ്യുന്നേ ഉള്ളൂ. അതായത് ഈ സർക്കിൾ ഫിക്സ്ഡാ മക്കളെ. ഈ റെക്റ്റാങ്കിൾ നിങ്ങൾക്ക് ഇങ്ങനെ കൂട്ടവും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ അതെ ലെങ്ത്ത് കുറച്ചു ബ്രെഡ്ത്ത് കൂട്ടി ഇങ്ങനെ കൊണ്ടുവന്നു ഇങ്ങനെ പല ഷേപ്പിലേക്ക് അത് മാറ്റാം. ഷേപ്പ് നമ്മൾ ലെങ്ത്തും ബ്രെഡ്ത്തും കൂട്ടവും കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ എക്സും വൈയും വേരിയബിളാണ്.
എങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്താലും നിങ്ങൾക്ക് മാക്സിമം ഏരിയ കിട്ടുമ്പോൾ എക്സ് ഈക്വൽ ടു വൈ ആയിരിക്കും. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഇതിനെ ഡിഫറൻസിയേഷൻ നടത്തണം. പറ്റില്ല എന്നേ. ഇവിടെ 2 വേരിയബിൾ ഉണ്ട്, എക്സ് വൈ. ഒരു വേരിയബിളിലേക്ക് മാറ്റണം. ഒരു വേരിയബിളിലേക്ക് മാറ്റിയിട്ടേ ഡിഫറൻസിയേഷൻ നടത്താൻ പറ്റുള്ളൂ. എങ്ങനെ മാറ്റും? എക്സ് അല്ലെങ്കിൽ വൈ ഏത് വേരിയബിൾ ആയാലും എനിക്ക് കുഴപ്പമില്ല. ഞാനൊരു ചെറിയ കൺസ്ട്രക്ഷൻ നടത്താൻ പോവാണ്. ഇത് സർക്കിളിൻ്റെ റേഡിയസാണ് അല്ലേ? ഇവിടെ ഞാൻ പൈതഗോറസ് അപ്ലൈ ചെയ്യും. പറയൂ, എന്ത് കിട്ടും? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ സീക്വൽ ടു 2r². കാരണം ഡയമീറ്റർ 2r². വൈ സ്ക്വയർ സീക്വൽ ടു 4r² മൈനസ് എക്സ് സ്ക്വയർ. വൈ സീക്വൽ ടു √4r² മൈനസ് എക്സ് സ്ക്വയർ. അപ്പോൾ എക്സ് ഇൻറ്റു √4r² മൈനസ് എക്സ് സ്ക്വയർ. ഇതാണ് ഏരിയ. അപ്പം നിങ്ങൾ നോക്കിയേ, ഒരു വേരിയബിളായി. ഏതാണ് ആ വേരിയബിൾ? എക്സ്. 6 വേരിയബിൾ ആണോ? അല്ല. ഗിവൺ സർക്കിളിൽ നിങ്ങൾ വലുതാക്കാനോ ചെറുതാക്കാനോ ഒരു മാറ്റമില്ല. സർക്കിൾ അവർ തരും. റേഡിയസ് ഈസ് ഫിക്സ്ഡ്. ലെങ്ത് ബ്രെഡ്ത്ത് എക്സ് വൈയിൽ നിങ്ങൾ മാറ്റം വരുത്തിക്കോ, ഒരു പ്രശ്നവും ഇല്ല. ഇവിടെ എക്സ് വെച്ച് 2 പ്രാവശ്യം ഡിഫറൻസിയേഷൻ നടത്തും. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളൊരു ചെറിയ പ്രശ്നം നേരിടും. പ്രോഡക്റ്റുകൾ അപ്ലൈ ചെയ്യണം, ഒന്ന്. പിന്നെ റൂട്ടിൻ്റെ ഡിഫറൻസിയേഷൻ, സെക്കൻഡ് ഡിഫറൻസിയേഷൻ ഒക്കെ വരുമ്പോൾ വളരെ ബുദ്ധിമുട്ടാവും. ചെറിയൊരു ടെക്നിക്ക് പറഞ്ഞുതരാം. ഞാനിതിനെ അങ്ങ് സ്ക്വയർ ചെയ്യും. ഈ ഏരിയയെ സ്ക്വയർ ചെയ്യും. അപ്പോൾ x² ഇൻറ്റു 4r² മൈനസ് എക്സ് സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ a² എന്ന് പറയുന്നത് 4r² x² മൈനസ് x⁴ എന്ന് വരും. ഈ x² അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി ഇതിനെ ഞാൻ ഡിഫറൻസിയേഷൻ നടത്തും. നോക്കൂ, ഏരിയയുടെ സ്ക്വയറിനെ ആട്ടോ, ഏരിയനെ അല്ല, ഏരിയയുടെ സ്ക്വയറിനെ എക്സ് വെച്ച് ഡിഫറൻസിയേഷൻ നടത്തും. അപ്പോൾ 8r² ഇൻറ്റു എക്സ് മൈനസ് 4x³ എന്ന് കിട്ടും. ഈക്വൽ ടു 0 കൊടുത്താൽ എക്സ് പുറത്തേക്ക് എടുത്താൽ 8r² മൈനസ് 4ഉം പുറത്തേക്ക് എടുക്കാം. 4x പുറത്തേക്ക് എടുത്താൽ 2r² മൈനസ് x² സീക്വൽ ടു 0 കിട്ടും. 4x ഈക്വൽ ടു 0 കൊടുത്താൽ x 0 വരും, അത് പറ്റില്ല. പിന്നെ ഇത് ഈക്വൽ ടു 0 കൊടുത്താൽ x² സീക്വൽ ടു 2r² എന്നും x ഈക്വൽ ടു √2r എന്നും കിട്ടും. ഫസ്റ്റ് ഡിഫറൻസിയേഷൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു. ഫസ്റ്റ് ഡിഫറൻസിയേഷൻ 0 കൊടുത്തു, എക്സിന് വാല്യൂ കിട്ടി. ഒരു പ്രാവശ്യം കൂടി ഡിഫറൻസിയേഷൻ നടത്തുന്നു. അപ്പോൾ ഇതിനെ തന്നെ ചെയ്യാം. അപ്പോൾ 8r² മൈനസ് 12x² എന്ന് കിട്ടുന്നു. എക്സിൻ്റെ വാല്യൂ √2r ഇവിടെ കൊടുക്കുന്നു. എക്സിന് √2r. അപ്പോൾ x² എന്ത് കിട്ടും? 2r². അപ്പോൾ 8r² മൈനസ് 24r² കിട്ടും, വിച്ച് ഈസ് നെഗറ്റീവ്. നെഗറ്റീവ് കിട്ടണമെന്ന് എനിക്കറിയാം, കാരണം ഏരിയ എന്താവണം? മാക്സിമം. അപ്പോൾ നമ്മൾ എഴുതും, ഇവിടെയാണ് ഒരു പ്രശ്നം. ഒന്നാമത്തെ പ്രശ്നം നിങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ പോകുന്നത് ഏരിയ മാക്സിമം എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ഞാൻ എന്നിട്ട് ഏരിയയുടെ സ്ക്വയറിനെ അല്ലേ ചെയ്തേക്കണേ. ഒരു കുഴപ്പമില്ല. ഏരിയയുടെ സ്ക്വയർ മാക്സിമം ആണെങ്കിൽ ഏരിയ മാക്സിമം ആയിരിക്കും. മാക്സിമം ഏരിയ എപ്പോഴാണോ വരുന്നത്, ഏരിയയുടെ സ്ക്വയർ ഏറ്റവും വലുതാണെങ്കിൽ ഏരിയ എടുക്കുമ്പോഴും ഏറ്റവും വലുത് തന്നെയായിരിക്കും. ആ ലോജിക്ക് അപ്ലൈ ചെയ്താൽ മതി. അല്ലാതെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പ്രോഡക്റ്റുകൾ അപ്ലൈ ചെയ്യും, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും, കുറേ സമയം എടുക്കുന്നുള്ളൂ. ആൻസറിൽ ഒരു മാറ്റവും ഇല്ല. അപ്പോൾ എക്സ് ഈക്വൽ ടു √2r. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു സെൻറ്റൻസ് എഴുതി വെച്ചാൽ മതി. സ്ക്വയർ ഓഫ് ദ ഏരിയ ഈസ് മാക്സിമം. സ്ക്വയർ ഓഫ് ദ ഏരിയ മാക്സിമം വെൻ ആര്? എക്സ് √2r വരുമ്പോൾ. എക്സ് √2 വരുമ്പോൾ ദെൻ ഏരിയ ഈസ് ഓൾസോ മാക്സിമം വെൻ എക്സ് ഈക്വൽ ടു √2r. ഒരു കാര്യം ഇവിടെ തെളിയിക്കണം. എന്താണത്? എക്സ് ഈക്വൽ ടു വൈ. കാരണം ഇത് കണ്ടില്ലേ, ഇത് സ്ക്വയർ ആണെന്ന് തെളിയിക്കണം. സോ എക്സ് ഈക്വൽ ടു വൈ കിട്ടുമെന്ന് നോക്കാം. ദേ ഈ കണ്ടീഷൻ എടുത്താൽ മതി. ആ സബ്സ്റ്റിറ്റ്യൂഷൻ എടുക്കുന്ന കണ്ടീഷൻ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ അത് തന്നെയാണ് ചെയ്തത്. വൈ ഈസ് ഈക്വൽ ടു √4r² മൈനസ് x² പകരം 2r² കൊടുത്തു. ദാറ്റ് ഈസ് √2r. So x equal to y equal to √2r. It become a square. ഇതൊക്കെ നമ്മൾ നേരത്തെ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. NCERT-യിലെ ക്വസ്റ്റ്യൻസ് ആണ്. NCERT-യിലെ എല്ലാ ക്വസ്റ്റ്യനും അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് നേരത്തെ. ഞാൻ പിന്നെ ഈ കൺസെപ്റ്റ് ഒന്നുകൂടി ഒന്ന് പറഞ്ഞു എന്ന് മാത്രം, ബോർഡ് എക്സാമിനോ റിവിഷൻ എന്ന രീതിയിൽ. അപ്പോൾ
3 കൺസെപ്റ്റ് ഉണ്ട്. റേറ്റ് ഓഫ് ചേഞ്ച്, ഇൻക്രീസിങ് ഡിക്രീസിങ്, മാക്സിമം മിനിമ. മാക്സിമം മിനിമ ആണ് കുറച്ച് ടഫായിട്ടുള്ളൂ. വേൽ പ്രോബ്ലം നിങ്ങൾ പഠിക്കണം. 2025 സേ എക്സാമിനും ബോർഡ് എക്സാമിനും ഇതിനകത്ത് ചോദിച്ചു. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ് രണ്ടും ചോദിച്ചത്. 2 ഇക്വേഷൻ എഴുതണം. 1 ഫോർ ഡിഫറൻസിയേഷൻ, അനദർ ഫോർ സബ്സ്റ്റിറ്റ്യൂഷൻ. ക്വസ്റ്റ്യൻ ശരിക്കും വായിച്ച് മനസ്സിലാക്കണം. അവിടെ മാക്സിമം മിനിമം ലീസ്റ്റ് ഗ്രേറ്റസ്റ്റ് എന്ന് പറയുന്ന ഡിഫറൻസിയേഷൻ നടത്താനും മറ്റത് സബ്സ്റ്റിറ്റ്യൂഷനും ഉപയോഗിക്കണം. ഇൻക്രീസിങ് ഡിക്രീസിങ്ങിലും വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ് കഴിഞ്ഞ വർഷം ചോദിച്ചത്. ഒരു പ്രാവശ്യം ഡിഫറൻസിയേഷൻ നടത്തുന്നു, അത് പോസിറ്റീവ് വരുന്ന ഇൻ്റർവെൽ ഇൻക്രീസിങ്, നെഗറ്റീവ് വരുന്ന ഇൻ്റർവെൽ ഡിക്രീസിങ്. ഇത്രയും കാര്യങ്ങളൊന്നും ഓർത്താൽ മതി. ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവിൽ നിന്ന് 7 മാർക്ക് 12th സ്റ്റേറ്റ് സിലബസുകാർക്ക് ക്വസ്റ്റ്യൻ കഴിഞ്ഞ തവണ വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഈ തവണയും സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു.